ഓരോ ഫലസ്തീനികൾക്ക് വേണ്ടിയിട്ടും നമ്മൾ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഫലസ്തീനികൾക്ക് വേണ്ടി മാത്രമാണോ? ഇല്ല, ഇസ്രായേലിലും ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടല്ലേ? ഇസ്രായേലിലും ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഫലസ്തീനിലും ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി, മരണപ്പെട്ട എല്ലാവർക്കും വേണ്ടി, മരണപ്പെട്ടതല്ല, ലോകത്ത് അടിച്ചമർത്തപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയാണ് നമ്മളിത് സംസാരിക്കുന്നത്. പാലസ്തീനിലെ വിണ്ണ് റൂഹുകൾ ഉയരും വിണ്ണ്, പല റൂഹുകൾ ഉയരും വിണ്ണ്. പാലസ്തീനിലെ വിണ്ണ് റൂഹുകൾ ഉയരും വിണ്ണ്, പല റൂഹുകൾ ഉയരും വിണ്ണ്. IFFK വേദി എപ്പോഴും പ്രതിഷേധങ്ങൾക്കും വേദിയാകാറുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഇന്ന് ഇവിടെ IFFKയുടെ ഈ ദിവസം ഇവിടെ പാലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പാട്ടും പിന്നെ മറ്റു കാര്യങ്ങളുമായിട്ടൊക്കെ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇവരുടെ കാര്യങ്ങൾ ചോദിച്ചു നോക്കാം. നമസ്കാരം. അപ്പോൾ എന്താണ് ഇങ്ങനെ ഈ പാലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ ഈ പാട്ട് പാടുകയാണ്? അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? ഏറ്റവും പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ആശയവിനിമയ മാർഗ്ഗമാണ് പാട്ട് എന്നുള്ളത്. അപ്പോൾ മുദ്രാവാക്യങ്ങളിലൂടെ പറയുന്നതിനേക്കാളും കുറച്ചും കൂടെ ശക്തമാണ് പാട്ടിലൂടെ പറയുമ്പോൾ. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചതാണ് പാട്ടിലൂടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാമെന്നുള്ളത്. അപ്പോൾ പാട്ടുകൾ എഴുതി ഞങ്ങൾ പാടുന്നു, അത്രയേ ഉള്ളൂ. വേദികളിൽ നിങ്ങൾ എന്തിൻ്റെ ബേസിലാണ്? സ്റ്റുഡൻസ് ആണോ അതോ? ഞങ്ങൾ വാക്ക് ബാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ബാൻഡുണ്ട്. ഞങ്ങളെല്ലാവരും കൊച്ചിയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ IFFK ആയതുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. കൊച്ചിയിലെ വിഷയങ്ങളിലൊക്കെ ഇടപെടാറുണ്ട്, പ്രതിഷേധിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ IFFK നടക്കുന്നതുകൊണ്ട് ഈ വേദിയിലേക്ക് എത്തി ഇവിടെയും ഞങ്ങളുടെ ഒരു ഐക്യദാർഢ്യം അറിയിച്ചതാണ്. ഈ പാലസ്തീന് വേണ്ടി പ്രത്യേക ഒരു ഗാനമൊക്കെ രചിച്ചിരുന്നു, അതിൻ്റെ ഒരു സ്രഷ്ടാവ് അതെങ്ങനെയാണ്? ഈ പാലസ്തീനിലെ ആ കാര്യത്തിൽ നിങ്ങളുടെ ഒരു നിലപാട് എങ്ങനെയാണ്? നിങ്ങളുടെ ബാൻഡിൻ്റെ നിലപാട് ജീവന് മൂല്യം കൊടുക്കുന്നതാണ്. ഒരു രാജ്യത്തിന് വേണ്ടിയിട്ടല്ല, എന്നാലും ഇങ്ങനെ ഒരു നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ടൊരു രാജ്യം യുദ്ധം ചെയ്യുമ്പോൾ നമ്മൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്? അപ്പോൾ ഹ്യൂമാനിറ്റി ഇപ്പോൾ നോക്കുമ്പോൾ പാലസ്തീനെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. ഈ സമയത്ത് ഐക്യദാർഢ്യം കൊടുക്കേണ്ടത് അവർക്കാണ്. കാരണം ഒരു ജനറേഷനെ തന്നെ നശിപ്പിച്ച് കളയുന്ന രീതിക്കാണ് ഇപ്പോൾ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഐക്യദാർഢ്യം കൊടുക്കുക. എത്രയും കുരുന്നു മക്കളല്ലേ അവിടെ. ഇപ്പം ഞങ്ങളുടെ പാട്ടിലൊരു വരിയുണ്ട്, കുരുന്നു മക്കൾ എഴുതുന്നു വസീയത്ത്. അവിടുത്തെ കുട്ടികൾ മരണത്തിന് ശേഷം എൻ്റെ കളിപ്പാവകളും എൻ്റെ വസ്ത്രങ്ങളും എന്ത് ചെയ്യണമെന്ന് എഴുതി വെച്ചിട്ടിരിക്കുകയാണ്. അവരെപ്പോഴും മരണത്തെ ഫേസ് ചെയ്യാൻ അവർ തയ്യാറാണ്. അവർക്ക് ഭയമില്ല, മരണത്തിന് എപ്പോഴും നേരിടാൻ തയ്യാറാണ്. അപ്പോൾ ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പാട്ട് എഴുതിയത്. പിന്നെ അവർക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ ആർക്കാണ് എഴുതേണ്ടത്? പാലസ്തീനി 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 പാലസ്തീനി. ഇപ്പോൾ IFFK വേദിയിൽ തന്നെ ഈ പാലസ്തീൻ പോലെയുള്ള വിഷയങ്ങൾ വെച്ചിട്ട് യുദ്ധം ബേസ്ഡ് മൂവീസ് ഉണ്ട്. പിന്നെ നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെ ഈ പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നല്ലത് തന്നെയാണ്. ആരാണോ ദുരന്തം നേരിടുന്നത് അവരെ കൂടെ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. എങ്ങനെ ഇപ്പോൾ ഉടൻ തന്നെ അവിടുത്തെ യുദ്ധത്തിനൊരു അന്ത്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്? അതിനെപ്പറ്റി അറിയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ശബ്ദമുയർത്താനേ കഴിയുള്ളൂ. നമ്മൾ മാക്സിമം ആൾക്കാരിലോട്ട് ഇത് എത്തിക്കുക, മാക്സിമം ആൾക്കാർ ഇതിനെ റെസ്പോണ്ട് ചെയ്യുക, റിയാക്ട് ചെയ്യുക. സോ എല്ലാവരിലോട്ടും എത്തിക്കുക, അതാണ് നമ്മുടെ ഉദ്ദേശം. ഇത് നമുക്ക് പ്രതികരിക്കാനുള്ള ഒരു മാർഗ്ഗമാണിത്. ഞങ്ങൾക്ക് പ്രതികരിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് പാട്ടിലൂടെയാണ് പ്രതികരിക്കുന്നത്. നമുക്ക് അങ്ങനത്തെ ഒരു സ്റ്റേജ് കിട്ടിയപ്പോൾ നമ്മൾ അതിലൂടെ പ്രതികരിക്കുന്നു. കാരണം നമുക്ക് ഓരോ വ്യക്തികൾ അങ്ങനെ പ്രതികരിക്കണം. നമുക്ക് പ്രതികരണ ശേഷി ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ മനുഷ്യരല്ലല്ലോ. പ്രതികരിക്കാൻ കഴിവുള്ളത് കൊണ്ടല്ലേ നമ്മൾ മനുഷ്യരെന്ന് വിളിക്കുന്നത്. അപ്പോൾ ഏതൊരു മേഖല കിട്ടിയാലും നമ്മൾ അവിടെ പ്രതികരിക്കണം. ആ സമൂഹത്തോട് പ്രതികരിക്കാൻ കഴിയുന്നവരെ ലോകത്ത് നിലനിൽക്കുള്ളൂ. ബാൻഡായിട്ട് ഇതിനു മുമ്പും പ്രതികരിച്ചിട്ടുണ്ട്. നമ്മൾ ബ്രഹ്മപുരം തീകത്തി ഇഷ്യൂ ഓർക്കുന്നുണ്ടോ എല്ലാവരും? ആ സമയത്ത് നമ്മൾ ഒരു പാട്ട് എഴുതിയിട്ട് നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്തായിരുന്നു. സോ ആ സമയത്ത് അത് ഒരു നല്ല ചർച്ചയായിരുന്നു. സോ നമ്മളിതും അതുപോലെ തന്നെ ഒരു പാട്ടിൻ്റെ രൂപത്തിൽ തന്നെ ചെയ്തതാണ്. ലോകം മുഴുവൻ പാലസ്തീനു വേണ്ടി ഇപ്പോൾ ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളും അതിൻ്റെ കൂടെ ചേരുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഭാഗമാവും. ഇവിടെ ഐക്യം കളക്റ്റീവ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഗ്രൂപ്പും വാക്ക് ബാൻഡും കൂടെ കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഇന്ന് ഇവിടെ ഈ ഒരു ചെറിയ പരിപാടി സെറ്റ് ചെയ്തത്. ഇതാണ് നമ്മുടെ ഇൻസ്റ്റാ ഹാൻഡിൽ, ഇതാണ് കേട്ടോ, ദി വാക്ക് ബാൻഡ്. നമ്മൾ കൊച്ചി ബേസ്ഡ് ആണ്. നമ്മൾ സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള എല്ലാ ഇഷ്യൂസിലും നമ്മൾ പ്രതികരിക്കാറുണ്ട്. അപ്പോൾ എപ്പോഴും ഈ കലാരൂപങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും പ്രതിഷേധങ്ങളുടെ ഒരു അടയാളപ്പെടുത്തൽ കൂടിയാണ്. ഈ സിനിമയായിട്ടാണെങ്കിലും ഇത്തവണ ഒരുപാട് ചിത്രങ്ങൾ യുദ്ധം ബേസ്ഡ് ആയിട്ട് തന്നെയുണ്ട്. ഇപ്പോൾ ഒരു പാട്ട് തന്നെ ഈ IFFK വേദിയിൽ പാലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ്. സി മലയാളം ന്യൂസിന് വേണ്ടി ഹരികൃഷ്ണനോടൊപ്പം അജയ് സുധാബിച്ച്.
ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.